വരുന്ന വാർത്തയിലേക്കാണ്. അന്വേഷണ സംഘം വിപുലീകരിക്കാൻ ഹൈക്കോടതിയുടെ അനുമതി ലഭിച്ചിരിക്കുന്നുവെന്നാണ് SITയുടെ ഉപഹർജി അംഗീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതി നടപടി. 2 CAമാരെ കൂടി അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തും. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, സംസ്ഥാനത്തിന് പുറത്തേക്കൊക്കെ അന്വേഷണം വ്യാപിപ്പിക്കുന്നതുകൊണ്ട് കൂടുതൽ ഉദ്യോഗസ്ഥർ വേണം എന്നതായിരുന്നു ഒരു ഉപഹർജിയായി സമർപ്പിച്ചത്. വളരെ വേഗം തന്നെ ഹൈക്കോടതിയിൽ നിന്ന് തീരുമാനം വന്നിരിക്കുന്നല്ലോ. ശ്യാം, വിശദാംശങ്ങൾ. അങ്ങനെ തന്നെയാണ്. ഇക്കാര്യത്തിൽ സർക്കാരിനോ മറ്റാർക്കെങ്കിലും ഈ ഹർജിയിലെ മറ്റ് കക്ഷികൾക്കൊന്നും എതിർപ്പില്ലാത്ത സാഹചര്യത്തിലാണ് ഹൈക്കോടതി SITയുടെ ആവശ്യം അതേപടി അംഗീകരിച്ചത്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അന്വേഷണ സംഘം, അതായത് SP S ശശിധരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് വിപുലീകരിക്കുന്നത്. ഇതിൽ 2 CIമാരെ കൂടി ഉൾപ്പെടുത്തും. SIT വിപുലീകരിക്കാൻ അനുമതി നൽകണമെന്ന് SIT ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇത് സംബന്ധിച്ചൊരു ഉപഹർജിയാണ് ഹൈക്കോടതി അവധിക്കാല ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വന്നത്. അതിലാണ് ജസ്റ്റിസുമാരായ A സിയാദ് റഹ്മാൻ, MB സ്നേഹലത എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. SIT വിപുലീകരിക്കും. 2 CIമാരെ കൂടി അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തും. ഇതിൽ SIT ആവശ്യപ്പെട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അധിക ജോലി ലഘൂകരിക്കാനായി 2 ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്താൻ അനുവദിക്കണം എന്ന കാര്യമാണ്. അതാണ് ഹൈക്കോടതി അതേപടി അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. അധിക ജോലിയുണ്ട്. അത് മാത്രമല്ല, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ അന്വേഷണം വ്യത്യസ്ത തലങ്ങളിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. സംസ്ഥാനാന്തര ബന്ധം, സംസ്ഥാനത്തിന് പുറത്തുള്ള ബന്ധങ്ങളടക്കം അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇക്കാര്യത്തിൽ കൂടിയാണ് SITക്ക് വലിയ ജോലിഭാരമുള്ളത്. ഈ ജോലിഭാരം ലഘൂകരിക്കുന്നതിനാണ് 2 CIമാരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നത്. ഹൈക്കോടതി ഏതൊക്കെ CIമാരായിരിക്കും, പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കും ഇതിൽ ഉൾപ്പെടുക എന്ന കാര്യത്തിൽ അല്പസമയത്തുള്ളിൽ തന്നെ വ്യക്തത വരും. കാരണം ഹൈക്കോടതി അവധിക്കാല ബെഞ്ച് ഇത് സംബന്ധിച്ച് ഇടക്കാല ഉത്തരവ് അല്പസമയത്തിനുള്ളിൽ തന്നെ ഇറക്കുകയും ചെയ്യും. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട ഈ സ്വമേധയാ സ്വീകരിച്ച ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. അത് ഇനി പരിഗണിക്കുക ഒരുപക്ഷെ ജനുവരി മാസം 5-നായിരിക്കും. കാരണം നേരത്തെ 3-ന് പരിഗണിക്കും എന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. 3-ന് കോടതിയില്ല, അത് 5-നായിരിക്കും കോടതി പരിഗണിക്കുകയും ചെയ്യുക. അന്ന് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി അന്നായിരിക്കും അറിയിക്കുക. 2 CIമാരെ കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി ഈ അധിക ജോലിയുള്ള സാഹചര്യത്തിലാണ് SIT അത്തരമൊരു കാര്യം ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത്. ഹൈക്കോടതി അത് അതേപടി തന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. 2 CIമാരെ കൂടി കൊടുത്തുകൊണ്ട് ഇപ്പോൾ SIT സംഘം വിപുലീകരിച്ചിരിക്കുകയാണ്. SITയുടെ ആവശ്യം ഹൈക്കോടതി വളരെ വേഗം തന്നെ പരിഗണിച്ചിരിക്കുന്നു. ഹരിമോഹനിലേക്ക് വീണ്ടും. ഹരിമോഹൻ, ചോദ്യം ചെയ്യൽ പുരോഗമിക്കുമ്പോൾ D മണിയെയും ഒപ്പം തന്നെ പോറ്റിയെയും ഇരുത്തിക്കൊണ്ട് ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയൊക്കെ എത്രത്തോളമാണ്? ഇന്നിപ്പോൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയുള്ള ചോദ്യം ചെയ്യൽ, അതിൽ തന്നെ ഡിണ്ടിഗൽ പോലീസിന് വിശ്വാസമില്ല എന്നൊരു കാര്യം കൂടി SITയിൽ നമുക്ക് അറിയാനാവുന്നുണ്ടോ? അതുകൊണ്ടാണ് കേരളത്തിലേക്ക് പൂർണ്ണമായും മാറ്റുന്നത്. അപ്പോൾ D മണി പൂർണ്ണമായും സഹകരിക്കുമെന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും സ്മൃതി, D മണി പറഞ്ഞിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള മൊഴി, അല്ലെങ്കിൽ ഡിണ്ടിഗലിൽ വെച്ച് അന്വേഷണ സംഘം നടത്തിയിട്ടുള്ള മൊഴിയെടുപ്പ്, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് ഒട്ടുമേ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല അന്വേഷണ സംഘം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ കാരണം പൂർണ്ണമായിട്ടും നിഷേധിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇവരാരുമായിട്ടും തനിക്കൊരു ബന്ധവുമില്ല. താൻ ആകെ ശബരിമലയിൽ മാത്രമേ പോയിട്ടുള്ളൂ, മറ്റൊരു തരത്തിലുള്ള ബന്ധങ്ങളും തനിക്കില്ല, ഇടപാടുകൾ താൻ നടത്തിയിട്ടില്ല എന്ന് D മണി ആദ്യഘട്ടത്തിൽ മൊഴിയെടുപ്പിന്റെ സമയത്ത് ഡിണ്ടിഗലിൽ വെച്ച് അന്വേഷണ സംഘത്തോട് പറയുകയുണ്ടായി. പക്ഷെ പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് കേരളത്തിൽ ഇയാൾക്ക് ചില കച്ചവട ബന്ധങ്ങളുണ്ട്. അതൊരു പക്ഷേ റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളാവാം, പക്ഷേ എങ്കിൽ പോലും അവ മറച്ചു വെച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇയാൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി SITക്ക് ഇതിനോടകം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയായിരുന്നു ആ വരവ്? ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അടക്കം പോയതിന്റെ കാരണം എന്തായിരിക്കാം? അല്ലെങ്കിൽ ഇതേതെങ്കിലും ഇടപാടിന്റെ കച്ചവടത്തിന്റെ ഭാഗമായിട്ടാണോ അത്തരത്തിലൊരു വരവ് നടന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കുകയാണ്. മാത്രമല്ല, ഇതിന്റെ കാലഘട്ടങ്ങൾ ഒക്കെ തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ കുറ്റകൃത്യം നടന്ന കാലമാണ് എന്നുള്ളത് കൂടി SIT പരിഗണിക്കുന്നുണ്ട്. അതായത് 2019-20 കാലഘട്ടത്തിലൊക്കെ തന്നെയാണ് ഈ സംഭവങ്ങളും നടന്നിട്ടുള്ളത്. മാത്രമല്ല, പ്രവാസി വ്യവസായിയുടെ മൊഴിയിൽ പറയുന്ന കൃത്യമായൊരു ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റിൽ ഇയാൾ എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച് കൂടി SIT അന്വേഷിക്കുന്നുണ്ട്. അതായത് 2020 ഒക്ടോബർ 26-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് പണക്കൈമാറ്റം നടന്നു എന്നുള്ളതാണ് ഇയാൾ പ്രവാസി വ്യവസായിയുടെ മൊഴിയിൽ പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട തീയതി. അതുകൂടി അന്വേഷിക്കുകയാണ് SIT. ഒപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധത്തിന് തുടക്കം കുറിക്കുന്നത് ശ്രീകൃഷ്ണനാണ്. ഈ ഇടനിലക്കാരനായിട്ടുള്ള ശ്രീകൃഷ്ണൻ വഴിയാണ് ഇവർ തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത്. പക്ഷേ ശ്രീകൃഷ്ണൻ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. അതിന് എന്തെങ്കിലും ഒരു പ്ലാൻ B അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദിവസമാണോ വിളിച്ചു വരുത്തുക എന്നുള്ളതിൽ കുറച്ചുകൂടി വ്യക്തത ഇതിനുശേഷം വരും എന്നുള്ളതാണ് കരുതുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ ബന്ധപ്പെടാനുള്ള കാരണം എന്താണ്? അതായത് ശ്രീകൃഷ്ണൻ ഈ ഉരുപ്പടികളുടെ കൈമാറ്റം നടത്തുന്നതിന് വേണ്ടിയിട്ടാണോ ഇവർ തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കി കൊടുത്തത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ചോദ്യം ചെയ്യൽ പുരോഗമിക്കും തോറും നിർണായകമായിട്ടുള്ള വിവരങ്ങളും വിലയിരുത്തലുകളും ഒക്കെ തന്നെ SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ